അപ്പോൾ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെ +2 ഫിസിക്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇതിൽ നമ്മൾ ഏകദേശം തുടക്കമാണ് പറഞ്ഞതല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണ്, അതുപോലെ തന്നെ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടെത്താം. ഓർക്കുക, ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു +q എമൗണ്ട് യൂണിറ്റ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്തുമാത്രം എമൗണ്ട് വർക്ക് ചെയ്യണം, ആ എമൗണ്ട് ഓഫ് വർക്കിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് പരിഗണിക്കുന്നത്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡിലെ രണ്ട് പോയിന്റുകൾക്കിടയിൽ ചാർജിനെ മൂവിപ്പിക്കാൻ ഞാൻ ചെയ്യുന്ന എമൗണ്ട് ഓഫ് വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതുപോലെ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മളൊരു ഡെറിവേഷൻ വഴി കണ്ടതാണ്, പഠിച്ചതാണ്. ഡെറിവേഷൻ വളരെ ശ്രദ്ധിച്ച് കേട്ട് കണ്ട് അതെന്ത് ചെയ്യുക, എഴുതിയെടുത്ത് പഠിക്കുക. അപ്പൊ സമവാക്യം ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V = 1/4πε0 Q/R എന്ന് കിട്ടും. അടുത്തൊരു ടോപ്പിക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് ഡൈപോൾ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് ഡൈപോൾ ആണ്. ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് ഡൈപോൾ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡൈപോൾ പരിഗണിക്കുക. ഡൈപോൾ -q ചാർജ് +q ചാർജ്. ഡൈപോളിന്റെ ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും 2a ആയിരിക്കും. അപ്പൊ 2a ഡിസ്റ്റൻസ് ഉള്ള -q +q ചാർജ് ഉള്ള ഒരു ഡൈപോളിനെ പരിഗണിക്കുക. ഡൈപോളിന്റെ സെന്റർ പോയിന്റ് ആണ് O. രണ്ട് എൻഡുകളിൽ AB എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഇനി ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും ഒരു x ഡിസ്റ്റൻസ് അകലെ, അല്ലെങ്കിൽ ഈ ഡൈപോളിന്റെ കേന്ദ്ര ഭാഗത്ത് നിന്നും ഒരു r ഡിസ്റ്റൻസ് അകലെ എന്ത് ചെയ്യുക, ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ആണ് P എന്ന പോയിന്റ്. ഈ ഡൈപോളിന്റെ ആക്സിസുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ് ആണ് P. അതുകൊണ്ട് P എന്ന പോയിന്റ് ആക്സിയൽ പോയിന്റ് ആണ്. ഈ ആക്സിയൽ പോയിന്റിൽ എന്ത് കണ്ടെത്തുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. പരീക്ഷയ്ക്ക് 3-4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് ഡൈപോൾ. അപ്പൊ അതിനു മുന്നേ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയുക. ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന പൊട്ടൻഷ്യൽ V = 1/4πε0 Q/R ആണ്. ഇതൊരു ഡൈപോൾ ആണ്. ഡൈപോളിന്റെ ഡിസ്റ്റൻസ് 2a ആണ്. സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ P എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. ഈ P എന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. നോക്കുമ്പോൾ അറിയാം, -q എന്ന ചാർജ് കാരണം P യിൽ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുപോലെ +q എന്ന ചാർജ് കാരണം P യിൽ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് P എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട V1 പൊട്ടൻഷ്യൽ പ്ലസ് ആരായിരിക്കും, V2 പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പൊ എഴുതാം, പൊട്ടൻഷ്യൽ ഡ്യൂ ടു -q ചാർജ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു -q ചാർജ്. അതിനെ V1 എന്ന് റെപ്രസെന്റ് ചെയ്യും. V1 = ഇക്വേഷൻ ഏതാ, 1/4πε0 -q ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ആരാ, ഇത്രയും r ആണ്. അതിനോടുകൂടി ഇത്രയും ഡിസ്റ്റൻസ് കൂടുക, r + a ആണ് ഡിസ്റ്റൻസ്, r + a. ഇതാണ് -q എന്ന ചാർജ് കാരണം P യിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് V1. അതുപോലെ +q എന്ന ചാർജ് കാരണം P യിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എഴുതുക. ഒരു ചാർജ് കാരണം ഒരു പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യലിന്റെ ജനറൽ സമവാക്യമാണ് V = 1/4πε0 Q/R. അപ്പോ +q കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V2 ആണ്. V2 = 1/4πε0 ആ ചാർജ് Q ആണ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ്, ഇത്രയും r ആണ്. ഇതിൽ നിന്ന് a കുറച്ചാൽ ഡിസ്റ്റൻസ് r - a വരും, r - a. ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടെത്താൻ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് P V = V1 + V2. V = V1 ന്റെ വാല്യൂസ് കൊടുക്കുക, 1/4πε0 -q ഡിവൈഡഡ് ബൈ r + a plus V2. V2 means 1/4πε0 into
ക്യൂ ബൈ ആർ മൈനസ് എ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ടേംസ് ഏതൊക്കെയുണ്ടോ അത് പുറത്തെടുക്കുക. വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4 പൈ എപ്സിലോൺ നോട്ട് പുറത്തെടുക്കുക. ക്യൂ ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ബ്രാക്കറ്റില് മൈനസ് 1 ബൈ ആർ പ്ലസ് എ പ്ലസ് 1 ബൈ ആർ മൈനസ് എ. ഓക്കെ, ഇവിടെ പറയാം മൈനസ് ക്യൂ കാരണം പി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ V1 ആണ്, അത് ഇതാണ്. പ്ലസ് ക്യൂ കാരണം പി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ V2 ആണ്, അത് ഇത്രയുമാണ്. ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന V1 പ്ലസ് V2 ആണ്. അത് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ടേംസ് ഏതൊക്കെയുണ്ടോ അത് എന്ത് ചെയ്യുക, പുറത്തെടുത്തെഴുതുക. ഇനി ഇതെന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ഡിനോമിനേറ്റർ ഗുണിച്ച് ഡിനോമിനേറ്റർ ആയിട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എന്തായിട്ട് എഴുതുക, ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. അപ്പൊ ചെയ്യുമ്പോൾ വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു ബ്രാക്കറ്റില് മൈനസ് ആർ പ്ലസ് എ പ്ലസ് ആർ പ്ലസ് എ. എങ്ങനെ വന്നു മനസ്സിലായ? -1 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, മൈനസ് ആർ കിട്ടും. -1 കൊണ്ട് മൈനസ് എ ഗുണിച്ചാൽ അത് പ്ലസ് എ ആവും. അപ്പൊ മൈനസ് ആർ പ്ലസ് എ പ്ലസ് ആർ പ്ലസ് എ കൊണ്ട് 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ പ്ലസ് എ. ഡിനോമിനേറ്ററുകൾ ഗുണിച്ചെഴുതുക. ആർ പ്ലസ് എ ഇൻറ്റു ആർ മൈനസ് എ, ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമിലാണ്. ആൻസർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അഥവാ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഒരുപോലെ വരുന്നതും വ്യത്യസ്ത ചിഹ്നം ഉള്ളത് ക്യാൻസൽ ചെയ്യുക. മൈനസ് ആറും പ്ലസ് ആറും ക്യാൻസൽ ചെയ്യുക. വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു എ പ്ലസ് എ. എ പ്ലസ് എ മീൻസ് അത് 2a ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. നമ്മൾ ആദ്യ ചാപ്റ്ററിൽ പഠിച്ചതാണ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ പി ആണ്. ഡൈപോൾ മൊമെന്റ് പി എന്ന് പറഞ്ഞാൽ 1 ഓഫ് ദ ചാർജ് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a അല്ലെങ്കിൽ 2aq റെപ്രസെന്റ് ചെയ്യുന്നത് ഡൈപോൾ മൊമെന്റ് പി ആണ്. ഈ സമവാക്യത്തിൽ 2a ഇൻറ്റു ക്യൂയുടെ സ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ എന്ത് അപ്ലൈ ചെയ്യുക, ഡൈപോൾ മൊമെന്റ് കൊടുത്തെഴുതുക. അങ്ങനെ കൊടുക്കുമ്പോൾ വി ഈസ് ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു ഈ ക്യൂ ഇൻറ്റു 2a പകരം പി കൊടുക്കുക. അപ്പൊ പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇതാണ് പി എന്ന പോയിന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള സമവാക്യം. സമവാക്യം ഇതാണ് 1 ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, ഇവിടെ ചെറുതായിട്ട് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. കണ്ടീഷൻ നമ്മൾ ആദ്യ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ആദ്യ ചാപ്റ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തു. കണ്ടീഷൻ ഇതാണ്, ഇഫ് ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എ എന്ന കണ്ടീഷൻ എടുത്താൽ ഈ സമവാക്യത്തിൽ എ സ്ക്വയർ എന്ന ടേം ഒഴിവാക്കി എഴുതാം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു പി ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ആക്സിയൽ പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നതിനുള്ള സമവാക്യം. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതെങ്ങനെയാ ചെയ്യണമെന്നൊന്ന് ഒരിക്കൽ പറയാം. ഒരു ജനറൽ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്ലസ് ക്യൂ ചാർജ് ഒരു പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു ക്യൂ ബൈ ആർ ആണ്. ഒരു ഡൈപോൾ കൺസിഡർ ചെയ്യുക. ആ ഡൈപോളുമായി ബന്ധപ്പെട്ട ആക്സിയൽ പോയിന്റ് പരിഗണിക്കുക. അത് സെന്ററിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെയാണ്. മൈനസ് ക്യൂ എന്ന ചാർജ് കാരണം പിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യലാണ് V1. പ്ലസ് ക്യൂ എന്ന ചാർജ് കാരണം പിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യലാണ് V2. ടോട്ടൽ പൊട്ടൻഷ്യൽ മീൻസ് V1 പ്ലസ് V2. ദാറ്റ് മീൻസ് V is equal to 1 by 4 pi epsilon naught into minus Q divided by R plus A plus V2. 1 by 4 pi epsilon naught into Q by R minus A. ഇവിടെ എങ്ങനെ R plus A വരുന്നത്? ഇത്രയും ഡിസ്റ്റൻസ് പരിഗണിക്കുക. ഇത്രയും R ആണ്, അതിനോടുകൂടി A കൂട്ടുക. R plus A കിട്ടുന്നു. രണ്ടാമത്തെ കേസ് ഇത്രയും R ആണ്, അതിൽ നിന്ന് A മൈനസ് ചെയ്യുക. അപ്പൊ R മൈനസ് A കിട്ടുന്നു. ഈ കോമൺ ആയിട്ട് വരുന്നത് എന്ത് ചെയ്യുക? പുറത്തെടുത്തെഴുതുക. അപ്പൊ V is equal to Q by 4 pi epsilon naught രണ്ടിലുള്ളതാണ്, പൊതുവായിട്ട് വരുന്നതാണ്, പുറത്തേക്ക് എടുക്കുക. ബാക്കി -1 by R plus A plus 1 by R minus A.
ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ന്യൂമറേറ്റർ ആയിട്ടും ഡിനോമിനേറ്ററുകൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. അങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ v is equal to q by 4 pi epsilon naught into minus r plus a divided by r square minus a square. മൈനസ് ആറും പ്ലസ് ആറും ക്യാൻസൽ ചെയ്യുക. a പ്ലസ് a കൂട്ടി എഴുതുമ്പോൾ അത് 2a ആണ്. q into 2a എന്ന് പറഞ്ഞാൽ അത് p ആണ്. ആദ്യ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പോൾ v is equal to 1 by 4 pi epsilon naught into p by r square minus a square ആണ്. ഇതൊരു കണ്ടീഷൻ കൊടുക്കുക. if the distance r is very very greater than a എന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ ഈ സമവാക്യത്തിൽ a ഒഴിവാക്കി എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ പൊട്ടൻഷ്യൽ v എന്ന് പറഞ്ഞാൽ 1 by 4 pi epsilon naught into p by r square എന്ന് കിട്ടുന്നു. ഇതാണ് ഒരു ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നതിനുള്ള സമവാക്യം. അപ്പൊ ഇത്രയും കാര്യം പഠിക്കുക. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയി, ഒരു ചാർജ് ഒരു പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ ആയി, ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റുമായി ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ ആയി. ഇനി ഇതിന്റെ +1 ആദ്യ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതുപോലെ ആക്സിയൽ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെയുള്ള പോയിന്റ് ആണ് ഏത് പോയിന്റ്? ഇക്വറ്റോറിയൽ പോയിന്റ്. ഇപ്പൊ ഇക്വറ്റോറിയൽ പോയിന്റുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളതുപോലെ ഇക്വറ്റോറിയൽ പോയിന്റുമായി ബന്ധപ്പെട്ട് എന്തുണ്ടോ എന്ന് പരിശോധിക്കുക. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ഇക്വറ്റോറിയൽ പോയിന്റ് ഓഫ് ഡൈപോൾ നോക്കുന്നതാണ്. ഇത്രയും എന്ത് ചെയ്യുക? പഠിക്കുക.